നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ബാപ്പുജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യമെങ്ങും ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നാണ് ബാപ്പുജി പറഞ്ഞത്. കർമ്മം കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് അത്രയും ചെയ്യണം. അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്ത് രാജ്യത്തോടുള്ള പ്രതിബദ്ധത വളർത്തുവാനായി എല്ലായിടങ്ങളിലും ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നുണ്ട്. ഗാന്ധി ജയന്തി ആഘോഷിക്കുന്ന കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ ഇന്ന് പോയത്. 57ഓളം ജീവനക്കാർ, നിരവധി സങ്കീർണ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ പ്രതിദിനം 200ഓളം കേസുകൾ, OP യൂണിറ്റുകൾ, ഗൈനക്കോളജി, സർജറി, പ്രിവെന്റീവ് മെഡിസിൻ, സാംക്രമിക രോഗനിയന്ത്രണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങൾ. ധാരാളം പൊതുജനങ്ങളും കർഷകരും അരുമപ്രേമികളും ആശ്രയിക്കുന്ന ഇടം. അവിടെ ഒക്ടോബർ 2 രാവിലെ 1 മണിക്കൂറോളം ജീവനക്കാർ ഒന്നിച്ചു നിന്നു. മറ്റൊന്നുമല്ല, ഒരാഴ്ച നീളുന്ന ശുചീകരണ യജ്ഞത്തിന് തുടക്കം കുറിക്കുവാൻ. ക്യാമ്പസ് ആകെ മോടി പിടിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ജീവനക്കാർ. മറ്റു ചിലരാകട്ടെ പൂമുറ്റം വൃത്തിയാക്കുന്ന തിരക്കിലും. ബാപ്പുജിക്ക് സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ സ്റ്റാഫ് കൗൺസിലാണ്. സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറി കൃഷ്ണകുമാർ ഹരിതസുന്ദരത്തോട് സംസാരിച്ചു. കൊല്ലം ജില്ലാ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുകയും വളരെയധികം മാലിന്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതിൽ സ്ഥിരമായൊരു ശുചീകരണ സംവിധാനം ഉണ്ടെങ്കിൽ പോലും ഈ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ സ്റ്റാഫ് കൗൺസിലിൻ്റെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഒരു ശുചീകരണ യജ്ഞം ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. മുഴുവൻ ജീവനക്കാരും ഇന്ന് അവധി ദിവസമാണെങ്കിൽ പോലും ഓഫീസ് ജീവനക്കാരും ശുചീകരണ ജീവനക്കാരും ഡോക്ടർമാരും സർവോപരി ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായ ശ്രീ ഡോക്ടർ ഷൈൻകുമാർ, അദ്ദേഹം ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ ഈ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിവിടെ ഇപ്പോൾ ഗാർഡനുകൾ ഒന്നുകൂടെ പല ചെടികളും റീപ്ലാന്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള കാടുകൾ വൃത്തിയാക്കി കഴിഞ്ഞു. അതിനുശേഷം ഈ ബിൽഡിങ് വൃത്തിയാക്കി കഴിഞ്ഞു. അതോടൊപ്പം ഇതിൻ്റെ പരിസരം ഇനിയും വൈകുന്നേരം വരെ ജീവനക്കാരിവിടെ ഉണ്ടാവുകയും അവർ ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. ബാപ്പുജിയുടെ സ്മരണ ഉൾക്കൊണ്ട് കർമ്മം ചെയ്യുന്ന മറ്റൊരു ഭൂമിയിലേക്കാണ് ഞങ്ങൾ പോയത്. കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലത്തെ ഈ കർഷക ദമ്പതികളെ കാണും. കൊല്ലത്ത് കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലത്തെ പാറക്കടവിലുള്ള ഒരു കൃഷിഭൂമിയിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത്. ഇവിടെ രമേശനുണ്ട്. 8.5 പതിറ്റാണ്ട് നീണ്ട കൃഷി സബരിയയിലൂടെ രമേശൻ തീർക്കുന്നത് കൃഷിയുടെ 70 mm ക്യാൻവാസാണ്. കൃഷിക്ക് പ്രായം ഒരു തടസ്സമേ അല്ല എന്ന് രമേശൻ തെളിയിക്കുന്നു. കാണാം രമേശൻ്റെ കൃഷിത്തഴക്കം. ഹരിതം സുന്ദരം. വയസ്സ് 86 ആകുന്നു. കാലത്തെയും പ്രകൃതിയെയും ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ കുടുംബം. അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ഏറെക്കുറെ ഹൃദ്യസ്ഥവുമാണ്. മണ്ണിൽ പാദങ്ങൾ പതിപ്പിച്ച് സുമതിക്കുട്ടിയും രമേശനും നടക്കും. 55 വർഷം പിന്നിട്ട കുടുംബജീവിതം. അതിലേറെയും മനസ്സ് കൊടുത്തത് കൃഷിക്ക് തന്നെ. മണ്ണിനെ അറിഞ്ഞ്, ഞാറ്റുവേലകൾ അറിഞ്ഞ് കൃഷി ചെയ്ത 8.5 പതിറ്റാണ്ടുകൾ. കൊല്ലത്തിൻ്റെ കിഴക്കൻ മലയോരത്താണ് ഭൂമിക. കൊട്ടാരക്കരയ്ക്കടുത്ത് മൈലം പഞ്ചായത്തിൽ പാറക്കടവ് എന്ന സ്ഥലം. 1.5 ഏക്കർ ഭൂമിയിൽ 8 പതിറ്റാണ്ടായി കൃഷി ചെയ്യുന്നുണ്ട് രമേശൻ. നാട്ടുകാർക്ക് രമേശൻ ചേട്ടനാണ്. തെളിമയും നന്മയും നേരുമുള്ള പ്രകൃതം. മറ്റൊന്നിനോടും കടപ്പാടില്ല. എല്ലാം കൃഷിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് രമേശൻ. ഒരു കാലത്ത് മൈലമെന്നാൽ കൊല്ലത്തിൻ്റെ നെല്ലറയായിരുന്നു. നെല്ലൊക്കെ ക്രമേണ കുറഞ്ഞു തുടങ്ങി. വയൽഭൂമികളിൽ നെല്ലുമാറി മറ്റ് വിളകൾ വന്നു. നെല്ല് കൃഷി ചെയ്ത പാരമ്പര്യമൊന്നും രമേശേട്ടൻ മറക്കുന്നില്ല. വാഴയും കപ്പയും ചേനയും പച്ചക്കറിയുമൊക്കെയായി പിന്നീട് കൃഷി പുതുപരിവർത്തനങ്ങൾ നടത്തി.
അപ്പോഴൊന്നും അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കാൻ രമേശേട്ടൻ തയ്യാറായില്ല. ഏത് കാലത്തും ഏത് പുതുകൃഷിക്കും മനസ്സുകൊടുത്തു. രമേശേട്ടൻ്റെ കൃഷിഭൂമിയിലേക്ക് ഞങ്ങൾ ഇറങ്ങി. പച്ചമുളകാണ് ആദ്യം ഞങ്ങളെ വരവേറ്റത്. അതിൽ പരമ്പരാഗത ഇനങ്ങളൊക്കെ മാറി പിന്നീട് ഹൈബ്രിഡ് ഇനങ്ങൾ വന്നു. അപ്പോഴും പുതുമയെ കൈവിട്ടില്ല രമേശൻ. എരിവ് അല്പം കൂടിയ മുളക് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഹൈബ്രിഡിലെ ഒന്നാം തരം ഇനമെത്തി. കൃത്യമായ പരിപാലനം ഓരോ ഘട്ടത്തിലുമുണ്ട്. 45-ാം പക്കം തന്നെ ഹൈബ്രിഡ് ഇനം പൂവിട്ട് തുടങ്ങി. 2 ആഴ്ച പിന്നിട്ടാൽ മുളക് പറിച്ചെടുക്കാം. ആഴ്ചതോറുമാണ് മുളകിൻ്റെ വിളവെടുപ്പ്. അതിന് രമേശനും സോമനുമൊക്കെ നേതൃത്വം നൽകും. ശ്രദ്ധയോടെ പരിപാലിച്ചാൽ 1 കിലോയ്ക്കടുത്ത് മുളക് പറിച്ചെടുക്കാം. അതാണ് ഹൈബ്രിഡ് ഇനം. മുളക് പഴുക്കാതെ നോക്കണം, എങ്കിലേ വിലയുള്ളൂ. എരിവ് അല്പം കൂടിയ ഹൈബ്രിഡ് മുളക് അന്വേഷിച്ച് രമേശനെ തേടി നിരവധി വ്യാപാരികൾ വരുന്നുണ്ട്. പച്ചമുളക് അത്രയും വിപണിയിലേക്ക് തന്നെയാണ് പോവുക. ഏതാണ്ട് 200ഓളം തൈകളിൽ നിന്നായി മുറ നിറയെ വിളവ് കിട്ടുക എന്നാൽ ഒരു സുഹൃതമാണ്. തൊട്ടടുത്ത് തന്നെയുണ്ട് വാളരിപ്പയർ. ബുഷ് ബീൻസ് എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന വാളരിപ്പയറിൽ മാംസ്യം ഏറെ കൂടുതലാണ്. എളുപ്പമാണ് വാളരിപ്പയർ കൃഷി. ഒത്ത നടുവിൽ ഒരു ചീനിക്കമ്പ് ഉയർത്തിക്കൊടുത്താൽ വാളരിപ്പയർ അതിനെ ചുറ്റി പിണഞ്ഞുകൊള്ളും. വള്ളിയും ഇലയുമൊക്കെയായി അതങ്ങനെ പടർന്നു കയറുന്നത് കാണാൻ തന്നെ ഒരു ചന്തമാണ്. 50-ാം പക്കം തന്നെ പൂവിട്ട് 60-ാം പക്കം മുതൽ തന്നെ വിളവെടുത്ത് തുടങ്ങാം പയറിൽ. വിപണിയിൽ എപ്പോഴും കിട്ടുന്ന ഇനമല്ല വാളരി. പാടത്തിലാകുമ്പോൾ വാളരിക്ക് വിളവ് കൂടുതലാണ്. ചുരയ്ക്ക എന്നാൽ വിപണിപ്രിയമുള്ള ഇനമാണ്. ബോട്ടിൽ ഗാർഡ് ചുരയ്ക്കാണ് ഡിമാൻഡ്. ബോട്ടിലിൻ്റെ ആകൃതിയിൽ അത് നീണ്ടുരുണ്ടങ്ങനെ വളരും. വെള്ളരി പോലെ തന്നെ ഭൂമിയെ പാദസരമണിയിച്ച് വളരുന്ന ഇനമാണ് ചുരയ്ക്ക. വിളവിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നല്ല മണ്ണും നല്ല വളവുമുണ്ടെങ്കിൽ ചുരയ്ക്ക പടർന്നങ്ങനെ കയറും. ചുരയ്ക്കയ്ക്ക് മൊത്ത വിപണിയാണ് ഉള്ളത്. ഒറ്റയടിക്ക് വിപണിയിൽ മൊത്തവും വിറ്റുപോകും. വലിയ ഹോട്ടലുകൾ, കാറ്ററിംഗ് സർവീസുകൾ അവർക്കൊക്കെ ചുരയ്ക്ക പ്രിയമാണ്. 2.5 മുതൽ 3 കിലോയോളം വരും പൂർണ്ണ വളർച്ചയിൽ ചുരയ്ക്ക. 2-ാം മാസം മുതൽ 90 ദിവസം വരെ തുടർച്ചയായി ആദായം കിട്ടുന്ന വിളവാണ് ചുരയ്ക്ക. തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് മത്തൻ. മത്തൻ ചില്ലറക്കാരനല്ല. ഒരുപാട് കൂട്ടുകറികൾക്ക് മത്തൻ പ്രിയപ്പെട്ടവനാണ്. കുഞ്ഞുമത്തനായ അമ്പിളിമത്തനെയാണ് രമേശൻ സ്വീകരിച്ചത്. സാക്ഷാൽ കാർഷിക സർവകലാശാലയുടെ ഇനം. നേർത്ത മഞ്ഞ മുതൽ കടുത്ത തവിട്ടിലേക്ക് വരെ വർണ്ണഭേദമെത്താൻ അമ്പിളിമത്തൻ തയ്യാറാണ്. കട്ടിയുള്ള മാംസമാണ് അമ്പിളിമത്തൻ. തുടർച്ചയായി 1 മാസക്കാലത്തോളം വരെ ഒരുപക്ഷെ കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ചെറു കമ്പോളങ്ങൾക്കും വ്യാപാരികൾക്കും അമ്പിളിമത്തൻ പ്രിയപ്പെട്ടവനാണ്. മത്തനോടൊപ്പം തന്നെ ഭൂമിയിൽ ചുറ്റി വളരുന്നവരാണ് കുമ്പളം. ഏറെ ഔഷധ ഗുണമുണ്ട് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന കുമ്പളം എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. കൂഷ്മാണ്ഡമെന്നാണ് സംസ്കൃതത്തിൽ കുമ്പളത്തെ അറിയപ്പെടുക. ജീവചൈതന്യത്തിനും ഉണർവിനും ദേഹക്ഷതങ്ങൾക്കുമൊക്കെ ഉത്തമ ഔഷധമാണ് കുമ്പളം. കുമ്പളത്തിൻ്റെ വിളവെടുപ്പ് ആഴ്ചതോറുമുണ്ട്. വിളവെടുത്താൽ അപ്പോഴേ ആവശ്യക്കാരെത്തും എന്നതാണ് കുമ്പളത്തിൻ്റെ മറ്റൊരു മേന്മ. സംസ്ഥാന സർക്കാരിൻ്റെ കൃഷിവകുപ്പിൻ്റെ എല്ലാ സഹായങ്ങളും രമേശേട്ടനെ തേടിയെത്തുന്നുണ്ട്. മൈലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് കൃഷിക്ക് സാങ്കേതിക മേൽനോട്ടം നൽകുന്നത്. മൈലം കൃഷി ഓഫീസർ നിഖിലിൻ്റെ നേതൃത്വത്തിൽ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ സംഘം എല്ലാ ആഴ്ചയും തോട്ടത്തിലെത്തും. അവരോടൊക്കെയും എല്ലാ സാങ്കേതികതകളും ചോദിച്ചറിയാൻ രമേശേട്ടൻ തയ്യാറാണ്. കൃഷി ഓഫീസർ നിഖിൽ പ്രതികരിച്ചു. രമേശൻ്റെ കൃഷിക്ക് എല്ലാവിധ സാങ്കേതിക സഹായങ്ങളും ചെയ്യുന്ന മൈലത്തെ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ശ്രീ നിഖിൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം നിഖിൽ. നമസ്കാരം സാർ. നിഖിലെ, ഈ മനുഷ്യൻ വയസ്സ് 86 അദ്ദേഹം ഇങ്ങനെ ഈ മണ്ണിൽ കിടന്ന് കിളക്കുകയും വെയിലും മഞ്ഞും മഴയും ഒക്കെ അവഗണിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സാറേ, മൈലം കൃഷിഭവൻ്റെ പരിധിയിലുള്ളൊരു മേജർ കർഷകനാണ്. നമ്മുടെ 7-ാം വാർഡാണ്. അപ്പം കൃഷിയാണ് പുള്ളിയുടെ സന്തോഷവും ആരോഗ്യമൊക്കെ. ശരിക്കും നമ്മളത് എപ്പോഴും വരുമ്പം മനസ്സിലാകാൻ പറ്റും. എപ്പോഴും അന്വേഷിച്ച് വരുന്ന സമയത്ത് വീട്ടിലല്ല ഉണ്ടാവുക, കൃഷിയിടങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവുക. ഏതാണ്ട് ഒരു 1.5 ഏക്കറോളം സ്ഥലത്ത് പുള്ളിക്കില്ലാത്ത കൃഷിയൊന്നുമില്ല.
അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആദ്യം നമ്മളിവിടെ വരുന്ന സമയത്ത് പുള്ളിക്ക് വയസ്സ് കേൾക്കുന്ന സമയത്ത് സാറിനെ പോലെ തന്നെ നമുക്കൊരു അതിശയമായിരുന്നു. 86 വയസ്സുണ്ടെന്ന്. പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് മെയിനായിട്ടും ഈ മെയിൻ തൊഴിലാളികളുടെ കൂട്ടത്തിൽ തന്നെ പുള്ളിയും കൂട്ടത്തിൽ തന്നെ കൂടി നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആൾ ഭയങ്കര സന്തോഷവാനുമാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ളതുകൊണ്ട് കൃഷി കുറച്ചുകൂടെ ലാഭകരമായിട്ട് പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഇതിൽ സന്തോഷം കണ്ടെത്തുകയാണ് പുള്ളി. അപ്പം നമുക്കത് കാണുമ്പം ഒരു കൃഷി ഓഫീസ് എന്നുള്ള രീതിയിലും പിന്നെ കൃഷിഭവൻ്റെ ഒരു ഇതിലും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. പടർന്നു പന്തലിലേക്ക് കയറുന്ന വിളകളിലും രമേശൻ നോട്ടം കൊടുത്തിട്ടുണ്ട്. പാവലും പയറും പടവലവുമൊക്കെയാണ് അത്തരത്തിലുള്ളത്. എല്ലാത്തിനും ഉത്തമമായ ഇനങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. പയറിലാണെങ്കിൽ അത് കാർഷിക സർവകലാശാലയുടെ ലോല തന്നെ. അധികം നീളം വയ്ക്കില്ല. 16 മുതൽ 18 മണികൾ വരെ ഒരു വള്ളിയിലെത്തും. പച്ചക്കറി വിളകളിൽ എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഇനമാണ് പയർ. ലോലയും ശാരികയുമൊക്കെ മാറി മാറി കൃഷിയുണ്ട്. കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടമാണ് കൃഷിയുടെ വിജയം. ഉപകൃഷി ഉദ്യോഗസ്ഥർ ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. മൈലം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരായ ചന്ദ്രബാബുവും സുബിനും രമേശിൻ്റെ തോട്ടത്തിലുണ്ട്. അവരുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ചന്ദ്രബാബു. നമസ്കാരം സാർ. ഈ സാധാരണയിൽ ഈ ഒരു തോട്ടത്തിൽ മിക്കപ്പോഴും സന്ദർശിക്കുന്നവരാണ് ഈ കൃഷിഭവനിലെ അസിസ്റ്റന്റ്മാർ. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ തോട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് എന്ത് കാണും? പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സാർ. ഇല്ല. എന്നാലും പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു വിളവൊക്കെ വരുന്നുള്ളൂ. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വിളവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീടങ്ങളുടെയൊക്കെ ഒരു ശല്യം കൊണ്ടുള്ള ആ ഒരു ക്രോപ്പ് ലോസ് മാത്രമേ അങ്ങനെ മെയിനായിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ നോക്കുമ്പം അടിവിളവായിട്ട് കോഴിവളം കാലിവളം അതൊക്കെ തന്നെയാണ് നൽകുന്നത്. വളരെ അപൂർവമായിട്ട് മാത്രം ചിലപ്പോൾ 19 പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഭക്ഷ്യയോഗ്യമായ വിളകൾ ഉണ്ടാക്കുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിളകൾ കൂടുതലാവേണ്ടതല്ലേ? പൂർണ്ണമായിട്ടും ജൈവ രീതിയിലല്ലല്ലോ. പൂർണ്ണമായും ജൈവരീതി അല്ലെങ്കിൽ തന്നെയും ഒരു 60% ജൈവ രീതി തന്നെയാണ് അദ്ദേഹം അവലംബിക്കുന്നതെന്ന് തന്നെ പറയാം. ഈ വിളകൾക്ക് ആകർഷകമായ ഒരു വില കിട്ടുന്ന എന്ത് നടപടികളാണ് കൃഷിഭവൻ സ്വീകരിച്ചത്? വിളകൾക്ക് കൃഷി കിട്ടുന്നതിന് വിവിധ വിപണികൾ കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിലുണ്ട്. ഏതൊക്കെ വിപണികളാണ് ഇവിടെ ഉള്ളത്? നമുക്ക് BPCയുടെ വിപണിയുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ തന്നെ തളർന്നും പറഞ്ഞ വേറൊരു വിപണിയുണ്ട്. പിന്നെ നമുക്ക് ഹോർട്ടികോർപ്പുണ്ട്. അതെല്ലാമായിട്ട് ഈ രമേശൻ ചേട്ടന് നല്ല നമ്മളെക്കാളൊക്കെ നല്ല ബന്ധമാണ് അദ്ദേഹം. പടവലത്തിനും കൃഷിത്തോട്ടത്തിൽ സ്ഥാനമുണ്ട്. ഭൂമിയെ നമസ്കരിക്കാനായി താഴോട്ട് തൂങ്ങി വളരുന്നവരാണ് പടവലം. കൗമുദിയാണ് പ്രധാന ഇനം. തീയലും തോരനുമൊക്കെ ഉണ്ടാക്കാൻ എല്ലാ വീട്ടമ്മമാർക്കും പ്രിയപ്പെട്ടവനാണ് പടവലം. കൗമുദി പടവലത്തിനും ഒരു കാലമുണ്ട്. 1.5 മാസം മുതൽ തുടർച്ചയായി 3 മാസം വിളവ് നൽകും. വഴുതനയെയും വെറുതെ വിട്ടില്ല. നീലിമയാണ് പ്രധാന ഇനം. തുടർച്ചയായി 2 വർഷം വരെ വിളവ് നൽകുന്ന ഇനം കൂടിയാണ് നീലിമ. നല്ല വളവും വെള്ളവും ഒക്കെ ഉണ്ടെങ്കിൽ വഴുതന നന്നായി വളരും. 150 മൂടോളം വഴുതന ഇത്തവണ നട്ടിട്ടുണ്ട്. എപ്പോഴും ആദായം നൽകുന്ന വിളയെന്നേ രമേശന് വഴുതനയെക്കുറിച്ച് പറയാനുള്ളൂ. മൊത്തത്തിൽ ഒരു വിളപരിക്രമം തോട്ടത്തിന് ആവശ്യമാണ്. അക്കാര്യത്തിൽ രണ്ടഭിപ്രായം രമേശനുമില്ല. ഹരിതം സുന്ദരത്തോട് രമേശൻ പ്രതികരിച്ചു. അങ്ങനെ ഒടുവിൽ രമേശൻ ചേട്ടൻ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. രമേശൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. രമേശൻ ചേട്ടാ, ഇപ്പോൾ 86 വയസ്സായി. 86 വയസ്സായി. മുടിയൊന്നും വേണ്ടത്ര നരച്ചിട്ടില്ലല്ലോ. അത് പ്രായത്തിൻ്റെ ആരോഗ്യം. പൂർണ്ണമായിട്ട് ഇത് ഈ കൃഷി തന്നെ ആശ്രയിച്ചാണ് ജീവിക്കുക. അതിനുള്ള വരുമാനമുണ്ട്. വരുമാനം മോശമില്ലാത്തൊരു വരുമാനമുണ്ട് എനിക്ക്. ഇപ്പോൾ എനിക്കൊരു അത്ഭുതം. കാരണം ഇപ്പം ചേട്ടാ അങ്ങോട്ട് ചെന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു വിള കാണുമ്പോൾ പേടിച്ചു പോകുന്നില്ല. അതൊക്കെ ചെയ്യും. പേടിക്കാൽ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നേ, വെറ്റക്കൊടി ഇട്ടാൽ 250 ഇട്ട് വെറ്റ കുറച്ച് ഇടത്തില്ല. ഒരാഴ്ചയിൽ പഠിപ്പിച്ചാൻ അത് 400 ഇട്ട് വെറ്റ ഒരാഴ്ച എടുക്കും. അത് ഈ വെറ്റ കൊടി ഇടുമ്പം മുതൽ അതിൻ്റെ എല്ലാ പണിക്കും കടമനാട്ടാണ്. എൻ്റെ അച്ഛൻ്റെ വീട് കടമനാട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ചേഴക്കാരുടെ മക്കളൊക്കെ വരും. പിന്നെ അവിടെ ജോലിക്കാരെ കൂടെ അവർ കൊണ്ടുവരും. അങ്ങനെ കൊടി ഇടിയിൽ മുതൽ വെറ്റയെടുപ്പും പിന്നെ ചന്ത കൊണ്ടുപോകാൻ കൂടെ അവർ സഹായിക്കും. അങ്ങനെയൊക്കെ അവർ അതിൽപ്പെട്ട ചില ആൾക്കാർ ഒക്കെ അസുഖങ്ങളൊക്കെ പിടിച്ച് മരിക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ കൊടി കൃഷി 20 വർഷമായി നിർത്തിയിട്ട്. എന്നാലും ഒരു പുതിയൊരു വിള കാണുമ്പോൾ പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. അപ്പം ഇത് പിന്നെ എങ്ങനെ പഠിക്കും? ഉദാഹരണമായിട്ട് ഒരാളൊന്ന് പറയാം, നാളെ മുതൽ ക്യാബേജ് കൃഷി ചെയ്യും. ചെയ്യും. അതിനെക്കുറിച്ച് പഠിക്കുന്നത് എങ്ങനെ?
പഠിക്കുന്ന പറഞ്ഞാൽ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ചെയ്ത് ചെയ്ത് കഴിച്ചു ഒരു കൈത്തഴക്കോ? ചെയ്തേക്കാം. ഞാൻ ഒരു 500 മൂട് വരെ നട്ട് അതാണ് എടുത്തിട്ടുണ്ട്. ഈ പണ്ടൊക്കെ ഈ ഞാറ്റുവേലയായിരുന്നല്ലോ ഈ കൃഷി. ചേനാടേണ്ട ഒരു കാലമുണ്ട്, കുമ്പത്തി ചേനാടാം എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ അത് കണക്ക് ഇപ്പോഴതൊക്കെ നോക്കുന്നുണ്ടോ? ഇപ്പോഴും ചേനാടുന്നു. ഇപ്പം എനിക്ക് അവിടെ ഒരു നല്ല ചേന പൂള് വെട്ടി നട്ട് 50 പുളി ചേനയുണ്ട്. വിത്ത് നട്ട 200 കൊണ്ടുണ്ട് വിത്തായിട്ട്. നമ്മുടെ ആ മുളക് നട്ടതിൻ്റെ അടിപ്പണ ചേന നടക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടു വളരിപ്പയർ വിളവെടുക്കുന്നു. അതെ അതെ. അതിന് വിലയുണ്ടോ? അതിപ്പോൾ 90 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് കിലോയ്ക്ക് കിട്ടും. നല്ല വിപണി നല്ല സാധ്യത. ഇന്നലെ ഇഞ്ചക്കെട്ട് വിപണിയിൽ ഇന്നലെ 6 കിലോ ഉണ്ടായിരുന്നു. 80 രൂപ വെച്ച് ഇന്നലെ അവിടെ കൊടുത്ത്. കൃത്യമായ കാലാവസ്ഥയിൽ കൃത്യമായ സാങ്കേതികതയിൽ വളരുന്ന സാലഡ് വെള്ളരിയെയും പാറക്കടവിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു രമേശൻ. നന്നായി വിളവ് ലഭിക്കുന്നുണ്ട്. വെള്ളരി ദീർഘമായ ഒരു കാലം സൂക്ഷിക്കാം. എല്ലായിടത്തും പ്രിയപ്പെട്ടതാണ് സാലഡ് വെള്ളരി. വീട്ടിലായാലും ഹോട്ടലിലായാലും എപ്പോഴും ഡിമാൻഡുള്ള ഇനം. ഉത്തമമായ ഔഷധവും ജലസംഭരണിയും കൂടിയാണ് സാലഡ് വെള്ളരി. പഴങ്ങളിലേക്കും ഒരു കൈ നോക്കാൻ രമേശൻ തയ്യാറായി. വീട്ടിനോട് ചേർന്ന് തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി ആരംഭിച്ചു. ബ്രസീലുകാരാണ് പാഷൻ ഫ്രൂട്ട്, പാസിഫ്ലോറ കുടുംബത്തിൽപ്പെട്ടവർ. വയലറ്റ് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള പാഷൻ ഫ്രൂട്ടുകൾ പന്തലുകളിൽ നിറഞ്ഞു വിളയാൻ തുടങ്ങി. ജീവകങ്ങളുടെയും ധാതുക്കളുടെയും ഉത്തമമായ കലവറ കൂടിയാണ് പാഷൻ ഫ്രൂട്ട്. ഞാറ്റുവേലയും കാലാവസ്ഥയും പ്രകൃതിയുമൊക്കെ നോക്കി ചെയ്തിരുന്ന കൃഷി ഇന്നിപ്പോൾ താളം തെറ്റിക്കിടക്കുന്ന പ്രകൃതിയിലേക്കാണ് പോവുക. അതുകൊണ്ട് തന്നെ ഇന്ന വിള ഇന്ന കാലത്തേക്ക് എന്നൊരു നിയതിയില്ല. എല്ലാത്തിനെയും കൈവെള്ളയിൽ ഒതുക്കി കൃത്യമായ സാങ്കേതികതകൾ നൽകിയാൽ നന്നായി വിളയിപ്പിച്ചെടുക്കാം. അക്കാര്യത്തിൽ രമേശന് ചങ്കുറപ്പുണ്ട്. വിപണിയിലൊക്കെ ചെല്ലുമ്പോൾ രമേശ് ചേട്ടൻ ഒരു ബഹുമാനമൊക്കെ കിട്ടുന്നുണ്ടോ? ഒരുപാട്. ഞാൻ സാധനങ്ങൾ കൊണ്ടുവന്നാൽ എന്നെ എല്ലാവരും വന്ന് എന്നെ സഹായിക്കും. കൊണ്ടിൽ ഈ മെനഞ്ഞ തന്നെ ഇന്നലെ 100 കിലോ ചൊരക്കുണ്ടായിരുന്നു. അത് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ അവിടെ ഒരു വൻ കൃഷിക്കാരൻ അയാളാണെങ്കിൽ ഒരു പാർട്ടി നേതാവ്, പിന്നെ കൃഷി, പിന്നെ നല്ല ആദായം എല്ലാം ഉള്ള വ്യക്തി. അയാൾ കലേവരം ജോസിനെ വിളിച്ച്, ആശ്രയ ജോസിനെ വിളിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 100 കിലോ പുറത്തുള്ള ചൊരക്കുണ്ട്. എന്തായാലും ഒരു 10-12 രൂപ വെച്ചാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. ഒരു 12 രൂപ എന്തെങ്കിലും കുഴപ്പമില്ല വേണമെന്ന് പറഞ്ഞു. 120 കിലോ ചൊരക്കുണ്ടായിരുന്നു. 12 രൂപയ്ക്ക്. ഇന്നലെ 100 കിലോ ഉണ്ടായിരുന്നു. അത് 10 രൂപയ്ക്ക് ഇന്നലെ പോയി. ഇത് ഈ വിപണി പോയിട്ട് വരുമ്പോൾ മൊത്തം പണമായിട്ടാണ് വരുന്നത്. ഈ ആഴ്ച കൊടുക്കുന്ന സാധനത്തിൻ്റെ കാശ് അടുത്ത ആഴ്ചയിൽ കിട്ടത്തുള്ളൂ. അത് കാശ് കിട്ടും. ഒരു സംതൃപ്തിയാണ്. കൃഷി കാണാനൊക്കെ ഇവിടെ ആൾ വരാറുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട്. ഒരുപാട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഞാനൊരു നമ്മുടെ ഒരു വെറൈറ്റി കൃഷി ചെയ്തായിരുന്നു. അത് BAPCയുടെ പിന്നെ അവർ ഒരു മസ്ക് മലയെന്നും പറഞ്ഞൊരു കൃഷി, മസ്ക്. അപ്പോൾ അതിൻ്റെ പേര് ക്ഷമ എന്ന് പറയും. ക്ഷമ. അതെ, ജ്യൂസാണ്. അപ്പോൾ അത് കേരളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല കൃഷി. ആദ്യം കേരളത്തിൽ ചെയ്യുന്നത് ഞാനാണ്. അവരുടെ എല്ലാം അഭിപ്രായം. അപ്പോൾ എന്നിട്ട് ഞാനിത് കൃഷി ചെയ്യാൻ ചെയ്ത് അത് ചെയ്യുന്ന പറയുന്നത് ഏകദേശം അത് വെള്ളരി നമ്മൾ പടർന്നു വരുന്ന അതേ രൂപത്തിലുള്ള ഇലയും തണ്ട് സാധനം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് നല്ല മധുരം, നല്ല മണം. ഇതങ്ങോട്ട് ചെയ്തേ സംഘാറ്റ് പിടിച്ച കൃഷിഭവനിൽ നിന്ന് ഉള്ള ആൾക്കാരെ, മെട്ടിക്കല ബ്ലോക്കിൽ നിന്നുള്ള ആൾക്കാർ, BAPCയുടെ ആൾക്കാർ, സാധാരണ നിർത്തുന്നുള്ള ഇവരെല്ലാം ആൾക്കാരും വന്നിത് കണ്ടിട്ട്. അപ്പോൾ അന്നേരം നമ്മുടെ ലാലി സാറ് പള്ളിക്കലുള്ളതാണ്. അന്ന് പള്ളിക്കലെ കൃഷ്ണനിൽ അസിസ്റ്റൻ്റായിരുന്നു. ലാലി സാർ അത് കേരള കർഷകത്ത് ലേഖനം കൊടുത്തു. ലേഖനം ഇട്ട് വെച്ചാൽ അത് വടക്ക് കൃഷിക്കാരെല്ലാം വടക്കാന്നല്ലേ, കാസർഗോഡ് കാണാൻ വന്നില്ല. എല്ലാവരും എന്നെ ദിവസം ഒരു 50 പേരെങ്കിലും വിളിക്കാം. കൃഷിത്തോട്ടത്തിൻ്റെ ആകെ ചൈതന്യം കുടുംബത്തിലെ പശുക്കൾ തന്നെ. 3ഓളം ഹോൾസ്റ്റൈൻ പൈക്കളെ വളർത്തുന്നുണ്ട് രമേശൻ. പൈക്കളുടെ വളമാണ് കൃഷിത്തോട്ടത്തിൻ്റെ ചൈതന്യം. പാലിൻ്റെ ആദായം മറ്റൊന്ന്. പൈക്കളുടെ പരിപാലനവും കറവയുമൊക്കെ സ്വന്തമാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഇത്രയും 86 വയസ്സാവുന്നു, 8.5 പതിറ്റാണ്ട് എത്തിയിട്ട് കൃഷിയും മണ്ണുമായിട്ടുള്ള ബന്ധം, വിവിധതരം വിളകൾ കണ്ടിരിക്കുന്നു, ഒന്നിനെയും പേടിയില്ല. അങ്ങനെയാണ് ഇനി ഒരു കൈ കൊണ്ട് പരീക്ഷിക്കാൻ കഴിയുന്ന ഒരു വിളയതാണ്
മനസ്സിൽ ആഗ്രഹിക്കുന്നു? പറയുന്നത് പറഞ്ഞാൽ എനിക്ക് നല്ല കൃഷികളെല്ലാം ഇപ്പം അമേരിക്ക ഇപ്പോൾ കുറേ ഇപ്പം ചെയ്തിട്ടുണ്ട്. അത് കുറേ അല്ല പൊതുവെ കർഷകരുമായിട്ട് കേട്ടൊന്ന് നമ്മൾ ഇന്നത് കൂടെ ചെയ്താൽ എനിക്ക് കൊള്ളാമായിരുന്നു. അല്ല അത് ഇപ്പം എന്നിട്ട് തക്കാളി ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അതായത് VPC കടയിൽ കിട്ടി ചെയ്തായിരുന്നു. ചുവ വിളവ് കിട്ടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാനൊരു 150 കൂടി ചെയ്തതിനൊക്കെ ഒത്തിരി അങ്ങ് അതിന് വാട്ടർ രോഗമുണ്ട്. അങ്ങനെ അത് എന്നാൽ കുറേ പിടിച്ച് കുറച്ചുള്ള കാൾ നല്ല ഫ്രഷായിട്ട് അതിന് തന്നെ നമ്മൾ ആ ഉച്ചയ്ക്ക് കൂട്ടിയ കറി അത് നമ്മുടെ കളിയായിരുന്നു. അപ്പം അത് നമ്മൾ വാങ്ങിക്കുന്ന നല്ല വെള്ളമല്ല, ഇതിന് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ചൊരു വിളയൊന്നുമില്ല, ഏത് കിട്ടിയാലും ചെയ്യും, ചെയ്യാൻ താല്പര്യം. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ പിന്നെ ഞാൻ ചെയ്യുന്നതിന് അവർക്ക് കാരണം എൻ്റെ ആരോഗ്യം അവർക്കും പ്രധാനമാണ്. അവർക്ക് പ്രധാനം. അതുകൊണ്ട് മണ്ണിൽ ചവിട്ടി നിന്നാൽ എന്നും സ്വപ്നങ്ങൾ കൊയ്യാം. മണ്ണിലേക്ക് വീഴുന്ന വേർപ്പുതുള്ളികളെ സ്വർണ്ണമുത്തുകളാക്കി മാറ്റുകയാണ് രമേശൻ. നേരാം ഭാവുകങ്ങൾ.